കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം. മധുര നഗരം ചുട്ടരിച്ച ശേഷം കത്തിജ്വലിക്കുന്ന അഗ്നികണക്കെ അനന്തപുരിയിൽ പ്രവേശിച്ച കണ്ണകിയെ ആശ്വസിപ്പിക്കുന്നതിന്റെ ഭാഗമാണ് പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഓരോ ചടങ്ങുമെന്നും വിശ്വാസം. കാപ്പുകെട്ടി കുടിയിരുത്തുക, കുത്തിയോട്ടം, നാരങ്ങ വിളക്ക്, തോറ്റൻപാട്ട്, കെട്ടുവിളക്ക്, അങ്ങനെ നീളുകയാണ് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട ഓരോ ചടങ്ങുകളും. ഓരോ ചടങ്ങിനും നിരവധി വിശ്വാസവും ഐതിഹ്യവുമുണ്ട്. ആ ചടങ്ങുകളിൽ തന്നെ കണ്ണിന് ഏറെ വിസ്മയ കാഴ്ചയൊരുക്കുന്ന ഒന്നാണ് കെട്ടുവിളക്ക്. ആ കെട്ടുവിളക്കിനുമുണ്ട് നിരവധി വിശ്വാസവും ഐതിഹ്യവുമെല്ലാം തന്നെ. മാത്രമല്ല, നിരവധി ആളുകളുടെ രാപ്പകൽ കഠിനാധ്വാനവും. കാണാം കെട്ടുവിളക്കിന് പിന്നിലെ കാണാക്കാഴ്ചകൾ. പണ്ട് മധുരയിൽ നിന്നും കോപിഷ്ഠയായ അമ്മ കണ്ണകി ദേവി മധുര കത്തിച്ച് ഇവിടെ നമ്മുടെ അനന്തപുരിയിലേക്ക് വന്നു ആ അമ്മയുടെ കണ്ണകിയുടെ കോപം ഒന്ന് ശാന്തപ്പെടുത്താനായിട്ടാണ് ആളുകൾ അന്ന് ഈ ചെണ്ടമേളവും വാദ്യവും പഞ്ചവാദ്യവും അങ്ങനെ വിളക്കിട്ട് കൊണ്ടുവന്നത്. അത് പിന്നെ അത് തലമുറകളായി അത് ഇങ്ങനെ രൂപീകരിച്ചു. ആദ്യം ചെറിയ രീതിയിലായിരുന്നു. പിന്നെ അത് വന്നത് ഇപ്പോൾ വളർന്ന് അത് തന്നെ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നത്. വിളക്കിട്ടുന്നത് ഒരു പ്രത്യേക ഒരു വഴിപാടാണ് ഇപ്പോൾ ആറ്റുകാൽ അമ്മയുടെ നടയിൽ നടക്കുന്നത്. ഇപ്പോൾ അമ്മ നാൾ ഒന്ന് നോക്കിയാൽ ഒന്ന് പൊങ്കാല, അത് കഴിഞ്ഞാൽ അടുത്ത വിളക്കെട്ടാണ് പറയാനുള്ളത്. എന്നുവെച്ചാൽ വിളക്ക് ഡെയിലി രാത്രി 40 വിളക്കിന് മേലിലാണ് അവിടെ വരുന്നത്. അമ്പലത്തിനുള്ളിൽ നിന്ന് കളിക്കേണ്ട സൗകര്യം പോലും കാണില്ല. അത്രമാത്രം വിളക്കുകളോട് നിറഞ്ഞ് ചെണ്ടമേളങ്ങളും മുഴങ്ങി 1 മണിക്കൂർ അതിനകത്ത് മൊത്തം ആർക്കും ഒന്നും കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പം ഉള്ളത് ആറ്റുകാൽ അമ്മയുടെ നടയിൽ. പിന്നെ ഓരോരുത്തർ നേർച്ചകൾ ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് മക്കളില്ലാത്തവർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ നല്ല ജോലി കിട്ടാൻ ചെയ്യുന്നുണ്ട്. കുടുംബത്തിന് നല്ല ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട് ആൾക്കാർ. പിന്നെ നമ്മളിത് കലാപരമായിട്ട് ഇതുപോലെ ക്ലബ്ബുകൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളക്ക് നേർച്ചകൾ ചെയ്യുന്നുണ്ട്. പരമ്പരാഗതമായി വിളക്കുകെട്ട് നിർമ്മാണം ചെയ്യുന്നവരാണ് അധികവും. വിളക്കുകെട്ടിൻ്റെ ഓരോ ഭാഗവും ചെയ്തെടുക്കുന്നത് അതിൽ തന്നെ പ്രാവീണ്യം നേടിയവരായിരിക്കും. ഇപ്പോൾ ഒരു ആർച്ച് രണ്ട് ആർച്ചുണ്ട്. ഒരാർച്ച് ഒരാളെ ഇതാ നോക്കണം. രണ്ടാമത്തെ ആർച്ച് പിന്നെ റൗണ്ട് സ്റ്റാറിൻ്റെത്, പിന്നെ കുട എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ആളാണ്. ഇതിൽ ഡിസൈൻ വയ്ക്കുന്നത് പ്രത്യേക ആളാണ്. വീശറിയുണ്ട്, 12 വീശറിയുണ്ട്. അതും പ്രത്യേക മുടഞ്ഞിട്ടാണ് അവരും ഓരോരുത്തരും അവരെ കല ഇരുന്ന് ചെയ്യുന്നതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം കുരുത്തോല വിളക്കാണ് ഇഷ്ടമെന്ന് ഞാൻ എൻ്റെ കൊച്ചിനുമ്പോൾ ഞാൻ കേട്ട അറിവ് അങ്ങനെയാണ്. അത് തന്നെ നമ്മൾ ഇന്ന് അതങ്ങനെ തലമുറയായിട്ട് പൊയ്ക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അറിവ് വെച്ചാൽ അമ്മയ്ക്ക് കൂടുതൽ കുരുത്തോലയും തടയും വിളക്കാണ്. ഇതിൽ പിന്നെ കുരുത്തോല ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ തട ഉപയോഗിക്കുന്നുണ്ട്, വാഴത്തട ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ചെമ്പകപ്പൂ, പിന്നെ പൂക്കൾ എല്ലാം ഉണ്ട്. അല്ലിപ്പോൾ മുല്ലപ്പൂ, അങ്ങനെ എല്ലാ ഐറ്റം പൂക്കളും, പിന്നെ ഫാൻസി ഐറ്റം നമ്മൾ കളർ ഫ്ലവേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. വിളക്ക് കെട്ടിയാടി ദേവീ സന്നിധിയിലെത്തുന്നതോടെ വിളക്ക് കെട്ടിന് സമാപനമാകും. പോവും. പിന്നെ നമ്മളിതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെയ്യുന്ന സാധനം ഇപ്പോൾ ഇവിടുന്ന് ഒരുക്കിക്കൊണ്ട് പോകുന്ന വിളക്ക് അത് ഇന്ന് രാത്രി അമ്മയുടെ നടയിൽ കളിച്ച് കഴിയുമ്പോൾ അത് പിന്നെ ആ വിളക്കിനായിട്ട് പിന്നെ ഒരു പിറ്റേ ദിവസം കൊണ്ടുപോകാൻ അത് അശുദ്ധിയായ സാധനമാണ്. അശുദ്ധി പിറ്റേ ദിവസം കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പിറ്റേ ദിവസം വീണ്ടും നമ്മൾ ഇന്ന് രാത്രി തന്നെ വിളക്ക് കഴിഞ്ഞ് കളിച്ച് കഴിഞ്ഞിട്ട് അതിനെ പൊളിച്ച് മാറ്റി പിറ്റേ ദിവസം വീണ്ടും അതുപോലെ ഒന്നിനും നമ്മൾ വീണ്ടും പണി ചെയ്യുകയാണ്. M5 ന്യൂസ്, തിരുവനന്തപുരം. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:15. പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.